ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഖാദി മേഖലയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മണിക്കൂർ പ്രവർത്തിക്കുന്ന മിൽമ സ്റ്റാളുകൾ ഓണനാളുകളിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് മിൽമ ചെയർമാൻ കെ.എസ്. മണി. പ്രമുഖ വ്യവസായി എം.പി. രാമചന്ദ്രന് കാലിക്കറ്റ് ചേംബറിന്റെ ആദരം. ISRO മുൻ ഡയറക്ടർ ഇ.കെ. കുട്ടിയുടെ ISROയിലെ കുട്ടിക്കാലം പ്രകാശനം ചെയ്തു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഖാദി മേഖലയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിലെ ഖാദി ഓണം മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന ഖാദി ഓണം മേള ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടക്കും. ഖാദി ഓണമേളയോടനുബന്ധിച്ച് ഖാദി ഗ്രാമവ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി ആകർഷകമായ സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ വീതം ലഭിക്കും. ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ EV കാർ, രണ്ടാം സമ്മാനമായി ജില്ലാടിസ്ഥാനത്തിൽ ബജാജ് ചേതക് EVയുടെ 14 സ്കൂട്ടറുകൾ, മൂന്നാം സമ്മാനമായി 5000 രൂപയുടെ 50 ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഇതിനു പുറമെ ജില്ലാടിസ്ഥാനത്തിൽ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും ലഭിക്കും. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്തു. ആ മേഖലയെ ജനകീയവൽക്കരണത്തിലൂടെ സമ്പന്നമാക്കാനുള്ള സർക്കാരിൻ്റെയും സർവോദയ സഹകരണ സംഘത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഉത്സവവേളകളിൽ ഇതുപോലുള്ള പ്രദർശന പരിപാടികൾ നടത്തുക എന്നുള്ളത്. ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിച്ചു. കൗൺസിലർ S.K. അബൂബക്കർ അധ്യക്ഷനായിരുന്നു. ഖാദി സ്വദേശി സ്വാദ് ഓണക്കിറ്റിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S. ജയശ്രീയും ഖാദി നയന ചുരിദാർ ബ്രാൻഡിന്റെ പ്രകാശനം സിനി ആർട്ടിസ്റ്റ് അനുപമ VPയും നിർവഹിച്ചു. ICDS CDPO P. നൂർജഹാൻ, JCI കോഴിക്കോട് പ്രസിഡന്റ് അമീർ സുഹൈൽ, കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് MM സൈനുദ്ദീൻ, ജേകോം വി ചെയർമാൻ സുബിൻ സ്വാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് KK മുരളീധരൻ മുഖ്യപ്രഭാഷണവും സംഘം സെക്രട്ടറി AK ശ്യാം പ്രസാദ് സ്വാഗതവും ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ T. ഷൈജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണം കൊഴുപ്പിക്കാൻ മലബാർ മിൽമ ഒരുങ്ങി. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന മിൽമ സ്റ്റാളുകൾ ഓണനാളുകളിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് മിൽമ ചെയർമാൻ K.S. മണി പറഞ്ഞു. ഓണവിപണിയിൽ സജീവമാകാൻ മലബാർ മിൽമ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. ഓണത്തോടനുബന്ധിച്ച് 5 ദിവസങ്ങളിൽ 50 ലക്ഷം ലിറ്റർ പാലിന്റെയും 10 ലക്ഷം കിലോ തൈരിന്റെയും അധിക വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നത്. ഓണവിപണിയിലേക്കായി 300 ടൺ നെയ്യും 100 ടൺ പാലടയും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണക്കിറ്റിൽ ഇക്കുറിയും മിൽമ നെയ്യ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലബാറിലെ 2.6 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തുന്ന കിറ്റിലേക്കുള്ള നെയ്യിന്റെ ഉൽപാദനം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ വിവിധ മിൽമ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ പ്രാഥമിക ക്ഷീരസംഘങ്ങൾ, ഗ്രാമീണതല വനിതാ പ്രവർത്തകർ എന്നിവർ വഴി പ്രത്യേക വിൽപ്പന പ്രോത്സാഹന പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. ഗൾഫ് മലയാളികളുടെ ഓണം സമൃദ്ധമാക്കുന്നതിനായി മിൽമയുടെ നെയ്യ്, പാലട, പാൽപ്പൊടി, റെഡി ടു ഡ്രിങ്ക് പാലട പായസം എന്നിവ വൻതോതിൽ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിത്തുടങ്ങി. ഓണനാളുകളിൽ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രത്യേക വിപണന സ്റ്റാളുകൾ നടത്തും.
ഓണനാളുകളിൽ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രത്യേക വിപണന സ്റ്റാളുകൾ നടത്തും. കൂടാതെ മലബാർ മേഖലയിലെ എല്ലാ പ്രധാന ടൗണുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിൽമ സ്റ്റാളുകൾ ഓണനാളുകളിൽ പ്രവർത്തന സജ്ജമാക്കുമെന്ന് മിൽമ ചെയർമാൻ KS മണി, MD KC ജെയിംസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രമുഖ വ്യവസായി MP രാമചന്ദ്രന് കാലിക്കറ്റ് ചേംബറിന്റെ ആദരം. ചടങ്ങ് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. PV ചന്ദ്രൻ ഉപഹാരം സമ്മാനിച്ചു. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ തുടക്കത്തിൽ ആജീവനാന്ത അംഗത്വം സ്വീകരിച്ച വ്യക്തിയാണ് ജ്യോതി ലബോറട്ടറീസ് മുൻ ചെയർമാൻ MP രാമചന്ദ്രൻ. കാലിക്കറ്റ് ചേംബറിന്റെ സിൽവർ ജൂബിലി വർഷത്തിലാണ് അദ്ദേഹത്തിന് ആദരമൊരുക്കിയത്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ദിയ അജേഷ് എന്ന വിദ്യാർത്ഥിയുടെ തുടർ പഠനത്തിന്റെ എല്ലാ ചെലവുകളും വഹിക്കാമെന്ന് ചടങ്ങിൽ MP രാമചന്ദ്രൻ അറിയിച്ചു. കോഴിക്കോടായിരുന്നു വിദ്യാലയയുടെ ആദ്യകാലത്തെ കളിക്കളം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പഠനം പന്തലിച്ചു. പറഞ്ഞപോലെ ഒരു 5000 രൂപയിൽ തുടങ്ങി പിന്നെ ഏകദേശം 25,000 കോടി രൂപയുടെ ലഭ്യത മൂല്യമുള്ള ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നത് ഒരു വലിയൊരു ചാരിതാർത്ഥ്യം. കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമായ MP രാമചന്ദ്രൻ വ്യവസായ മേഖലയിൽ കൈവരിച്ച നേട്ടം പൊതുസംരംഭകർക്ക് മാതൃകയും കേരളത്തിന് അഭിമാനകരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിൽ പറഞ്ഞു. ചടങ്ങ് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തനിക്ക് ലഭിച്ച വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകുന്ന അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണ്. PV ചന്ദ്രൻ MP രാമചന്ദ്രന് ഉപഹാരം സമർപ്പിച്ചു. മജീഷ്യൻ പ്രദീപ് ഹുഡിനോ അദ്ദേഹത്തിന്റെ മാന്ത്രിക വിദ്യയിലൂടെ പുസ്തകം ബൊക്കെയാക്കി മാറ്റി MP രാമചന്ദ്രന് നൽകി. ഡോക്ടർ K മൊയ്തു പൊന്നാടയണിയിച്ചു. കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായിരുന്നു. മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ, നവാസ് പൂനൂർ, CMA പ്രസിഡന്റ് K ആനന്ദമണി, പ്രൊഫസർ ഫിലിപ്പ് K ആന്റണി, PI അജയൻ, MK അയ്യപ്പൻ, C ചാക്കുണ്ണി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ISRO മുൻ ഡയറക്ടർ EK കുട്ടിയുടെ ISROയിലെ കുട്ടിക്കാലം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ C രാധാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അണുശക്തി കമ്മീഷൻ പോലും അതിന്റെ മുൻകാല വളർച്ചാ നിരക്കിൽ നിന്ന് പുറകോട്ട് പോയിട്ട് നിർദ്ദിഷ്ടങ്ങളായ കാര്യങ്ങളിലൊക്കെ പരാജയപ്പെട്ട് വേണ്ടാതീനങ്ങളിലേക്ക് പോയി. അവിടെ നിന്നുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരിൽ മിക്കവാറും പേര് ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായിരുന്ന കാര്യം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് നിശ്ചയമില്ല. വസ്തുത അതാണ്. അപ്പോൾ ISROവിന്റെ പുറകില് തീർച്ചയായും അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാപ്രതിഭാശാലികളായ
വിഷണറീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ISROയിലെ മുൻ ഡയറക്ടർ E.K. കുട്ടിയുടെ ISROയിലെ കുട്ടിക്കാലം പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ C. രാധാകൃഷ്ണനിൽ നിന്ന് സതീഷ് ധവാൻ, സ്പേസ് സെന്റർ മുൻ ഡയറക്ടർ M. ചന്ദ്രദത്തൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. എഴുത്തുകാരായ ഡോക്ടർ K. ശ്രീകുമാർ, AP അഹമ്മദ്, സുരേഷ് നീറാട്, ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ UK ഷജിൽ, ULCC ചെയർമാൻ രമേശ് പാലേരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KMCT ഡെന്റൽ കോളേജിൽ സ്പോർട്സ് ഡെന്റിസ്ട്രി പ്രവർത്തനം ആരംഭിക്കുന്നു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ അക്കാദമി ഓഫ് സ്പോർട്സ് ഡെന്റിസ്ട്രിയുമായി സഹകരിച്ചാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ അനുബന്ധ സംഘടനയായ IADC, ഇന്ത്യൻ അക്കാദമി ഓഫ് സ്പോർട്സ് ഡെന്റിസ്ട്രിയും KMCT ഡെന്റൽ കോളേജും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയാണ്. ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നത് സ്പോർട്സ് ഡെന്റൽ സെന്റർ KMCTയിൽ സ്ഥാപിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം, സ്പോർട്സ് ഡെന്റിസ്ട്രിയുടെ ഫെലോഷിപ്പ് പ്രോഗ്രാം KMCTയിൽ തുടങ്ങുന്നതും അതിന്റെയും ഒരു 2 ധാരണാപത്രങ്ങളാണ് ഒപ്പിടാവുന്നത്. കായിക താരങ്ങളുടെ ദന്താരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സ്പോർട്സുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന മുഖദന്ത പരിക്കുകളെ പറ്റിയുള്ള അവബോധം, അവയുടെ പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയിലുടനീളം സ്പോർട്സ് ഡെന്റിസ്ട്രി മേഖലയിൽ വിദ്യാഭ്യാസം, ഗവേഷണം തുടങ്ങിയവ വളർത്തിയെടുക്കുന്നതിനും വേണ്ടി KMCT ഡെന്റൽ കോളേജിൽ സ്ഥാപിതമായ KMCT സെന്റർ ഫോർ സ്പോർട്സ് ഡെന്റിസ്ട്രിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 4-ന് 11 മണിക്ക് മുക്കം KMCT ഡെന്റൽ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ അവർകൾ നിർവഹിക്കും. സ്പോർട്സ് ഡെന്റിസ്ട്രിക്ക് ഇത്തരമൊരു സംഭാവന നൽകുന്ന ദക്ഷിണേന്ത്യയിലെ ചുരുക്കം ചില സെന്ററുകളിൽ ഒന്ന് എന്നതും കേരളത്തിലെ ആദ്യത്തെ സെന്റർ എന്നതുമായ ബഹുമതികൾ KMCT സെന്റർ ഫോർ സ്പോർട്സ് ഡെന്റിസ്ട്രിക്കുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ അക്കാദമി ഓഫ് സ്പോർട്സ് ഡെന്റിസ്ട്രിയുമായി ധാരണാപത്രം ഒപ്പുവെക്കൽ ചടങ്ങും സ്പോർട്സ് ഡെന്റിസ്ട്രി ആസ്പദമാക്കി ഒരു സയന്റിഫിക് സെഷനും സംഘടിപ്പിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മനോജ് കുമാർ KP, ഡോക്ടർ ബിനു പുരുഷോത്തമൻ, സുജാത S, ഡോക്ടർ അരുൺ പോൾ, ഡോക്ടർ ടീം പീറ്റർ, ഡോക്ടർ നവ്യ ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫെഡറൽ ബാങ്ക് ഹോർമീസ് മെമ്മോറിയൽ ഫൗണ്ടേഷനിലൂടെ MVR ക്യാൻസർ സെന്ററിലെ രോഗികൾക്ക് സഹായഹസ്തം ലഭിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. ഫെഡറൽ ബാങ്കിന്റെ CSR വിഭാഗമായ ഫെഡറൽ ബാങ്ക് ഹോർമീസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ സഞ്ജീവനി പദ്ധതിയുടെ ഭാഗമായി കെയർ ഫൗണ്ടേഷന് കീഴിലുള്ള MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രോഗികളുടെ ചികിത്സാ സഹായത്തിനായി 1 കോടി രൂപയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് കോഴിക്കോട് സോണൽ മേധാവിയും സീനിയർ വൈസ് പ്രസിഡന്റുമായ സുധീഷ് A. കെയർ ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ NK മുഹമ്മദ് ബഷീറിന് ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം കൈമാറി. വ്യക്തികളെയും കുടുംബങ്ങളെയും മാനസികമായും സാമ്പത്തികമായും പ്രതിസന്ധിയിലാക്കുന്ന ക്യാൻസർ എന്ന മഹാവിപത്തിനെതിരെ ബോധവൽക്കരണത്തോടൊപ്പം സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ CSR പദ്ധതിയാണ് സഞ്ജീവനി. പദ്ധതിയുടെ ഭാഗമായി മലബാർ മേഖലയിലെ ക്യാൻസർ ബാധിതരുടെ കൈത്താങ്ങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കൈകോർക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും ഫെഡറൽ ബാങ്കിന്റെ കോഴിക്കോട് സോണൽ മേധാവിയും സീനിയർ വൈസ് പ്രസിഡന്റുമായ സുധീഷ് A. പറഞ്ഞു. ഫെഡറൽ ബാങ്കുമായുള്ള പങ്കാളിത്തം നിരവധി ക്യാൻസർ രോഗികൾക്ക് ആശ്വാസകരമാവുമെന്ന് കെയർ ഫൗണ്ടേഷൻ പ്രതിനിധികൾ അറിയിച്ചു. അർബുദത്തിനെതിരായുള്ള അവബോധവും അർബുദ ബാധിതർക്കുള്ള ധനസഹായവും അടങ്ങിയ CSR പദ്ധതിയാണ് സഞ്ജീവനി. ക്യാൻസർ രോഗികൾക്ക് രോഗനിർണയം അടക്കമുള്ള ചികിത്സാ ചെലവുകൾക്കായാണ് സഹായധനം വിനിയോഗിക്കുന്നത്. ഫെഡറൽ ബാങ്കിന്റെ CSR മേധാവി ഷാജി KV, കോഴിക്കോട് റീജിയണൽ മേധാവി പ്രമോദ് കുമാർ TV, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ബിന്ദു M, ബാങ്കിന്റെ കുന്നമംഗലം ശാഖ മാനേജർ റിതു ജോയ്, MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രതിനിധീകരിച്ച് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻ കുട്ടി വാര്യർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ AJ ബാബു, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഹമദ് ബിൻ ഖാലിദ്, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അഡ്വക്കേറ്റ് ബവിത P തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ
മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി കോഴിക്കോട് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 3 തിരുവങ്ങൂരിൽ നടക്കും. കലാമണ്ഡലം ബലരാമൻ ഉദ്ഘാടനം ചെയ്യും. 2018 ഇത് രൂപം കൊള്ളുന്നത്. അതിനെ തുടർന്ന് നമ്മളിപ്പോൾ 8ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ 8ാം വർഷത്തിലെ വാർഷികം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. പ്രസിദ്ധ സോപാന സംഗീതജ്ഞനായിട്ടുള്ള അമ്പലപ്പുഴ വിജയകുമാർ മുഖ്യ അതിഥിയും പ്രസിദ്ധ തായമ്പ വിദഗ്ധനും കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകനുമായിട്ടുള്ള ബലരാമൻ ആശാൻ ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി കോഴിക്കോട് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 3 കൊയിലാണ്ടി തിരുവങ്ങൂർ പാർത്ഥസാരഥി ക്ഷേത്രം ഹാളിൽ വെച്ച് നടക്കും. രാവിലെയുള്ള പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കടമേരി ഉണ്ണികൃഷ്ണമാരാർ ഉദ്ഘാടനം നിർവഹിക്കും. സംഘടനാ പാടവത്തെക്കുറിച്ച് ഉച്ചയ്ക്ക് 1:30 മടിക്കൈ ഉണ്ണികൃഷ്ണൻ ക്ലാസ് എടുക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പ്രശസ്ത തായമ്പക കലാകാരനും മുൻ കലാമണ്ഡലം അധ്യാപകനുമായിരുന്ന കലാമണ്ഡലം ബലരാമൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാർ മുഖ്യാതിഥിയായിരിക്കും. കോഴിക്കോട്ടെ മുതിർന്ന വാദ്യ കലാകാരന്മാരെ ആദരിക്കും. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കാഞ്ഞിലശ്ശേരി വിനോദ് മാരാർ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഗോവിന്ദപുരം, ട്രഷറർ ശ്രീജിത്ത് മാരാമുറ്റം, മേഖലാ പ്രസിഡന്റ് പ്രതീഷ് ബാബു, ശശി മുച്ചുക്കുന്ന്, കൃഷോ പൈങ്ങോട്ടുപുറം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗുരുകുലം ആർട്ട് ഗാലറിയിൽ ഓൾ കേരള ഗ്രൂപ്പ് ചുമർ ചിത്ര കലാ എക്സിബിഷൻ നടന്നു. സുബൈർ കൊളക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം ഓഗസ്റ്റ് 1 സമാപിച്ചു. ഓൾ കേരള ഗ്രൂപ്പ് ചുമർ ചിത്രകലാ എക്സിബിഷൻ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ഗുരുകുലം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ബിൽഡിംഗ് കോൺട്രാക്ടർ സുബൈർ കൊളക്കാടൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ഡോക്ടർ റീജ മനോജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിലെ ഗുരുകുലം ബാബു അധ്യക്ഷത വഹിച്ചു. അതൊരു ചിത്ര മതിൽ എന്ന സങ്കല്പത്തിലാണ് ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. 16ഓളം ചിത്രകാരന്മാർ അവരുടെ കലാസൃഷ്ടികൾ, അത് ഫ്രെയിം ചെയ്തതും ഫ്രെയിം ചെയ്യാത്തതുമായ കലാസൃഷ്ടികളുടെ ഒരു പ്രദർശനം. അതിൻ്റെ ഉദ്ദേശം ഈ ഗാലറിയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ചിത്രം ആവശ്യക്കാരായിട്ട് വരുന്നുണ്ട്. ഇപ്പം ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കലാകാരന്മാർ ചിത്രം വാങ്ങുന്നതിന് വേണ്ടി വരുന്നൊരു സന്ദർഭത്തിൽ അവർ ഫ്രെയിമില്ലാത്ത ചിത്രങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് ഫ്ലൈറ്റിലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ആണ് ഈ ഫ്രെയിമില്ലാത്ത ചിത്രങ്ങളുടെ ഒരു ചിത്ര മതിൽ എന്ന സങ്കല്പത്തിൽ ഈ ചുമർ ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. JC ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. ആർട്ടിസ്റ്റ് നൌഷാദ്, ആർട്ടിസ്റ്റ് രവീന്ദ്രൻ കുന്നമംഗലം തുടങ്ങിയവരും സംസാരിച്ചു. രമേശ് മാണിക്കൻ, ശശി SK തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ പുതുരൂപത്തിൽ പുതിയ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. കോഴിക്കോട് ശാഖയുടെ റീലോഞ്ച് ഉദ്ഘാടനം ഓഗസ്റ്റ് 3 MK രാഘവൻ MP നിർവഹിക്കും. നമ്മുടെ ശ്രവണയിൽ വരുന്ന പേഷ്യൻസ് പറയുന്നത് പ്രായമുള്ള ആൾക്കാരായിരുന്നു.
അവരുടെ ആവശ്യം മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ആവശ്യത്തിന് ഒരു ഉത്തരം നമുക്ക് ഇന്ന് നൽകാൻ പറ്റി. നാളെ ശ്രവണയുടെ പുതിയൊരു ലൊക്കേഷനിലേക്ക് മാറി അതിൻ്റെ ഉദ്ഘാടനം നാളെ നടത്തുകയാണ്. നമ്മുടെ ബഹുമാനത്തിൻ്റെ MP രാഘവൻ സാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രാവിലെ 10 മണിക്കാണ്. കേരളത്തിലുടനീളം കേൾവിക്കുറവും സംസാര വൈകല്യമുള്ളവർക്കായി സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ കോഴിക്കോട് ശാഖ ഇനി കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടും വിശാലമായ പുതിയ രൂപത്തിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് ബാങ്ക് റോഡിൽ എരോത്ത് സെൻട്രൽ ബിൽഡിംഗിൽ MP MK രാഘവൻ നിർവഹിക്കും. സാമ്പത്തിക പ്രശ്നങ്ങളാൽ മുമ്പ് ശ്രവണയിൽ നിന്നും ടെസ്റ്റും ട്രയലും കഴിഞ്ഞിട്ടും ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ കഴിയാതിരുന്ന 5 ആളുകൾക്ക് ഉദ്ഘാടന ദിനത്തിൽ സൗജന്യമായി ഹിയറിംഗ് എയ്ഡ് നൽകും. ശ്രവണ എന്ന സ്ഥാപനത്തിന് പിന്നിലെ ലക്ഷ്യം ഒരു സംരംഭത്തിന് പുറമെ ഇത്തരം കേൾവി സംസാര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുവാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണെന്ന് ശ്രവണയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീജിത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖാദി മേഖലയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മണിക്കൂർ പ്രവർത്തിക്കുന്ന മിൽമ സ്റ്റാളുകൾ ഓണനാളുകളിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് മിൽമ ചെയർമാൻ KS മണി. പ്രമുഖ വ്യവസായി MP രാമചന്ദ്രന് കാലിക്കറ്റ് ചേംബറിന്റെ ആദരം. ISRO മുൻ ഡയറക്ടർ EK കുട്ടിയുടെ ISROയിലെ കുട്ടിക്കാലം പ്രകാശനം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.